അങ്ങനെ അണ്ണാമലൈ ഒടുവിൽ BJP വിട്ടു. 6 വർഷം മുമ്പാണ് കർണാടക കേഡർ IPS ഉദ്യോഗസ്ഥനായ അണ്ണാമലൈ തമിഴ്നാട്ടിൽ BJPയിൽ ചേരുന്നതും പിന്നീട് അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആകുന്നതും. அமித்ஷா அவர்கள்ட்டையும் ரொம்ப பொறுமையாக போய் நான் சொன்னேன், இந்த மாதிரி எக்ஸ்பிளைன் பண்ண நான் போகணும். அதே நேரத்தில் நான் யாரிடமும் சண்டை போட்டு விட்டு தமிழகத்தில் உட்காந்து ஐ எம் ரிசைனிங் ஃப்ரம் பார்ட்டி நான் அனுப்புகிற ஆள் நான் கிடையாது. எனக்கு அது பழக்கமும் கிடையாது. வந்து நேராக உங்கள் கண்ணை பார்த்து சொல்லிவிட்டு சில தவறுகள் இருந்தாலும் அதையும் சொல்லிவிட்டு போகக்கூடியதான் என் பண்பு. அதை நாகரிகமாக செய்ய முடியும் என்று நினைக்கின்றேன் என்று சொல்லிவிட்டு தான் வெளியே வந்தேன். அப்படி தான் ஒரு தலைவர்கிட்டையும் பண்ணேன். அதை நாம் எப்பொழுதுமே பண்ணுவோம். நாகரிகமான அரசியலை முன்னெடுப்போம். நிச்சயமாக நம்ம எல்லோரும் சேர்ந்து ஒரு பெரிய புரட்சியை, மாற்றத்தை தமிழகத்திற்காக ஒரு பாரத நாட்டுக்குள்ள, இந்திய நாட்டுக்குள்ள முதன்மை மாநிலமாக தமிழகத்தை கொண்டு வருவது மட்டும்தான் நம்முடைய குறிக்கோள். வேறு எதுவும் நம்முடைய குறிக்கோள் கிடையாது. அதற்காக நம்முடைய வாழ்வை அர்ப்பணிப்போம். காத்து கொண்டிருக்கக்கூடிய எல்லோருக்கும், கேட்டுக்கொண்டிருக்கக்கூடிய எல்லோருக்கும் உங்களுடைய பொறுமைக்கு நன்றி தெரிவித்து மறுபடியும் சொல்லிக் கொள்கின்றேன். மாறுவோம், மாற்றுவோம். மிக்க நன்றி. തമിഴ്നാട്ടിലെ BJPയെ സംബന്ധിച്ചിടത്തോളം അണ്ണാമലയുടെ നേതൃത്വം വലിയൊരു അവർക്ക് പ്രയോജനം ചെയ്തു എന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത്. കാര്യമായ തോതിൽ പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. നല്ല വോട്ടിംഗ് ശതമാനം ഉണ്ടായി. NDAക്ക് 18% വോട്ട് കിട്ടി. BJPക്ക് മാത്രം 10-11% വോട്ട് കിട്ടി. പക്ഷേ ഒടുവിൽ അണ്ണാമലയുടെ സ്ഥാനചലനം സംഭവിക്കുന്നു. അണ്ണാമലയെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റി നയിനാർ നാഗേന്ദ്രനെ BJP സംസ്ഥാന പ്രസിഡന്റാക്കുന്നു. അതുമുതൽ അണ്ണാമലൈ പാർട്ടിയുമായിട്ട് പതുക്കെ അകന്നു കഴിയായിരുന്നെങ്കിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം BJPക്ക് വേണ്ടി കാര്യമായിട്ട് ക്യാമ്പയിൻ ചെയ്തിരുന്നു. ഇപ്പോൾ അദ്ദേഹം പാർട്ടി വിട്ടിരിക്കുന്നു. സാധാരണ ആളുകളൊക്കെ തന്നെ പാർട്ടി വിടുന്നത് ആ പാർട്ടിയുമായിട്ട് തെറ്റിയിട്ടും ഒക്കെയാണ്. പേരിനൊരു രാജിക്കത്ത് കൊടുക്കുന്നു എന്നല്ലാതെ. പക്ഷേ അണ്ണാമലൈ അവസാന നിമിഷം വരെ പാർട്ടി നേതൃത്വവുമായിട്ട് ചർച്ച ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ പുതിയ പാർട്ടിയല്ല അദ്ദേഹം രൂപീകരിക്കുന്നത്. അദ്ദേഹം തന്നെ മുൻകൈ എടുത്തിട്ടുള്ളൊരു സന്നദ്ധ സംഘടനയുണ്ട്. ആ സന്നദ്ധ സംഘടനയിലേക്ക് വളണ്ടിയർമാരെ റിക്രൂട്ട് ചെയ്ത് അവർക്ക് പരിശീലനം കൊടുത്തതിന് ശേഷം പിന്നീട് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. അണ്ണാമലൈ 12 മണിക്കാണ് താൻ BJP വിടുകയാണെന്ന സന്ദേശം പുറത്തേക്ക് നൽകിയത്. WeTheLeader.org എന്ന് പറയുന്ന ഒരു സന്നദ്ധ സംഘടനയിലേക്കാണ് ഇപ്പോൾ അവർ ആളുകളെ റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 12 മണിക്ക് ശേഷം ഒരു 2 മണിയാകുമ്പോഴേക്ക് ഏതാണ്ട് 3.5 ലക്ഷത്തോളം പേർ ഇതിനകത്ത് ചേർന്ന് കഴിഞ്ഞു എന്നാണ് അറിയുന്നത്. BJPയുമായിട്ട് അണ്ണാമലൈക്ക് പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയുന്നത്. BJPയുടെ രാഷ്ട്രീയ നിലപാടിനോട് അണ്ണാമലൈക്ക് യോജിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം അദ്ദേഹം ദ്രാവിഡ പാർട്ടികൾക്കെതിരായിട്ടുള്ളൊരു BJPയെ വളർത്തിയെടുക്കുക എന്നുള്ള ഉദ്ദേശമായിരുന്നു. അതായത് DMKയോടോ ADMKയോടോ സഖ്യം ചെയ്യാതെ മുന്നോട്ട് വരണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം ADMKയുമായിട്ട് സഖ്യം ചെയ്യാനായിരുന്നു BJP ദേശീയ നേതൃത്വത്തിൻ്റെ തീരുമാനം. അതിനോട് അണ്ണാമലൈക്ക് യോജിപ്പുണ്ടായിരുന്നില്ല. കാരണം കഴിഞ്ഞ തവണ സ്റ്റാലിൻ അധികാരത്തിൽ വന്ന ഉടനെ തന്നെ ജനം പ്രതിപക്ഷ നേതാവായിട്ട് അണ്ണാമലയാണ് കണ്ടത്. കാരണം അത്രയും ശക്തമായിട്ട് സർക്കാരിനെതിരായിട്ട് ജനങ്ങളെ അണിനിരത്താൻ, അല്ലെങ്കിൽ സർക്കാരിനെതിരായിട്ട് ജനങ്ങളിലൊരു മനോഭാവം ഉണ്ടാക്കിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പക്ഷേ BJP സംസ്ഥാന പ്രസിഡന്റ് ആയതോടുകൂടി പിന്നെ വിജയ് ആയിരുന്നു അണ്ണാമലയുടെ കളം പിടിച്ചത്. യഥാർത്ഥ പ്രതിപക്ഷ നേതാവായിട്ട് വിജയ് മാറുകയായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയ് ജയിക്കുകയും ചെയ്തു. വിജയിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിനും പിന്തുണയില്ലാതെയാണ് അദ്ദേഹം വന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പ്രത്യേകിച്ചൊരു ഐഡിയോളജിയും ഇല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പുറകിലുള്ളതൊക്കെ ഒരു ക്രിസ്ത്യൻ മതവിഭാഗത്തിലെ ആളുകളാണ്. മന്ത്രിസഭയിലെ ആളുകളൊക്കെ നല്ലൊരു ശതമാനം ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകളും വലിയ കോടീശ്വരന്മാരായിട്ടുള്ള ആളുകളാണ്. അദ്ദേഹത്തിൻ്റെ ധനമന്ത്രി തന്നെ വലിയ കോടീശ്വരനാണ്. അതുപോലെ തന്നെ മറ്റൊരു സാന്റിയാഗോ മാർട്ടിനുമായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ ഈ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. അങ്ങനെ വലിയൊരു പുറത്ത് അദ്ദേഹം ജൻസികളുടെ ഒരു പ്രതിയായിട്ടാണ് അറിയപ്പെടുന്നതെങ്കിലും വലിയ മുതലാളിമാരുടെയൊക്കെ ആളായിട്ടാണ്. ജനനായകൻ സിനിമയുടെ നിർമ്മാതാവും അങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെയാണ്. അദ്ദേഹത്തെ ഗവർണറെ കാണാൻ വരെ പോയതൊക്കെ അങ്ങനത്തെ ആളുകളാണ്. അപ്പം അങ്ങനെ ഒരു വലിയൊരു മുതലാളിയായിട്ടുള്ള ഒരു ആളുടെ കയ്യിലേക്ക് ഭരണം പോവുകയാണ്. പുറത്തതൊരു ജൻസികളുടെ മുന്നേറ്റം എന്നൊക്കെ പറയും. യുവാക്കളൊക്കെ തടിച്ചു കൂടുന്നുണ്ടെങ്കിലും അതിൻ്റെ പിറകിലുള്ളത് ഒരു വ്യവസായ ലോബിയും മതലോബിയും ഒക്കെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അണ്ണാമലയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ സഹായമില്ലാതെ അണ്ണാമലയ്ക്ക് എത്രത്തോളം പുരോഗമിക്കാൻ കഴിയും എന്നുള്ളതാണ് വിഷയം. അണ്ണാമലയെ BJPയുടെ ഐഡിയോളജിയോടൊന്നും അണ്ണാമലയ്ക്ക് അഭിപ്രായ വ്യത്യാസമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ
അദ്ദേഹം പറയുന്നത് ഭാരതത്തിൻ്റെ ദേശീയത ഉയർത്തിപ്പിടിക്കുന്നതോടൊപ്പം തന്നെ തമിഴ് പൈതൃകത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് മാത്രമേ ബി ജെ പിക്ക് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് തമിഴ്നാട്ടിൽ വളരാൻ പറ്റൂ. അപ്പോൾ തമിഴ്നാട്ടിലെ പ്രാദേശിക രാഷ്ട്രീയ സ്വത്വത്തെ മനസ്സിലാക്കാതെയാണ് ബി ജെ പി നേതൃത്വം പ്രവർത്തിക്കുന്നത് എന്നൊരു ആരോപണം കൂടി അണ്ണാമലയ്ക്കുണ്ട്. പക്ഷേ അണ്ണാമലയെ ഏതായാലും ബി ജെ പി നേതൃത്വം കുറച്ച് കാലമായിട്ട് തഴയാണ് നമുക്ക് മനസ്സിലാവും. ഇത്രയധികം ചർച്ച നടത്തിയെങ്കിലും അണ്ണാമലയെ പിടിച്ചു നിർത്താൻ വേണ്ടി കാര്യമായിട്ട് ബി ജെ പി നേതൃത്വം ശ്രമിച്ചില്ല എന്നാണ് പറയുന്നത്. അതുപോലെ ബി ജെ പി നേതൃത്വത്തിനകത്ത് അണ്ണാമലയ്ക്കെതിരെ ചില സാമ്പത്തികമായ തിരിമറികൾ ആരോപണങ്ങളും അവർ ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും പുറത്തേക്ക് വന്നില്ല എന്ന് മാത്രം. അണ്ണാമലയെ ബി ജെ പി ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അസംതൃപ്തി ഉണ്ട് എന്നുള്ളതിനാണ്. അല്ലെങ്കിൽ അവസാന നിമിഷം വരെ അണ്ണാമലയെ അവർ പിടിച്ചു നിർത്താൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷെ അണ്ണാമലയായിട്ടൊക്കെ ചർച്ച നടത്തിയെങ്കിലും ബി ജെ പി അണ്ണാമലയെ പുറത്താക്കിയതല്ല എന്നൊരു തോന്നൽ ഉളവാക്കാൻ മാത്രമുള്ള ശ്രമങ്ങളാണ് ബി ജെ പി നേതൃത്വം കൈക്കൊണ്ടത് എന്നാണ് അറിയുന്നത്. പക്ഷേ യുവാക്കൾ നല്ലൊരു തോതിൽ അണ്ണാമലയുടെ കൂടെ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ വിവരം. ആദ്യത്തെ ഒരു മണിക്കൂറിലൊക്കെ 1,00,000 പേരൊക്കെ ആയിരുന്നു അണ്ണാമലയുടെ ഈ സംഘടനയിലേക്ക് ചേർന്നിരുന്നത്. അത് ഏതാണ്ട് 2 മണിയാകുമ്പോഴേക്കും അത് 3.5 ലക്ഷത്തോളം എത്തി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു ജനങ്ങളുടെ ഒരു പ്രവാഹം അല്ലെങ്കിൽ യുവാക്കളുടെ ഒരു പ്രവാഹം ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 2-3 വിഷയങ്ങളുള്ളത് അണ്ണാമലയുടെ ഭാവി എന്തായിരിക്കും എന്നുള്ളതാണ്. കാരണം അണ്ണാമലയെ കരുതുന്നത് പോലെ രാഷ്ട്രീയം അത്ര എളുപ്പമുള്ളൊരു പ്രക്രിയയല്ല. കാരണം അണ്ണാമല ഇതുവരെ നിന്നിരുന്നത് BJP RSSൻ്റെ ഒരു രാഷ്ട്രീയ അടിത്തറയിലാണ് അദ്ദേഹം നിന്നിരുന്നത്. അതേപോലെ തന്നെ തമിഴ്നാട്ടിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് സംസ്ഥാനങ്ങൾ വിഭിന്നമായിട്ട് പണക്കൊഴുപ്പാണ് അവിടുത്തെ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ഒരു അണ്ണാമലയോട് താല്പര്യമുള്ള ഒരാൾ പറഞ്ഞത് ഒരു 500 കോടി രൂപയില്ലാതെ അണ്ണാമലയ്ക്ക് എങ്ങനെയാണ് ഒരു പാർട്ടി തുടങ്ങാൻ കഴിയുക എന്നാണ്. കാരണം കോടിക്കണക്കിന് രൂപയുണ്ടെങ്കിൽ മാത്രമേ ഒരു രാഷ്ട്രീയ പാർട്ടി തമിഴ്നാട്ടിൽ കൊണ്ടുവരാൻ പറ്റൂ. കേരളത്തെയോ കർണാടകത്തെയോ പോലെയല്ല, അത്രയധികം പണക്കൊഴുപ്പാണ് രാഷ്ട്രീയത്തിനുള്ളത്. പുറത്ത് നമുക്ക് യുവാക്കളുടെ മൊബിലൈസേഷൻ, ചെറുപ്പക്കാർ, ജൻസി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ ഒരു വലിയ ധനാഢ്യന്മാരുടെ ഒരു സംഘമുണ്ടായിരിക്കും. അങ്ങനെ കാശ് എറിഞ്ഞിട്ടാണ് തമിഴ്നാട്ടിൽ രാഷ്ട്രീയം നടത്തുന്നത്. അങ്ങനെ ഒരു പാർട്ടി നടത്താനുള്ള കഴിവ് അണ്ണാമലയ്ക്ക് ഉണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തേത്, തമിഴ്നാട്ടിൽ അണ്ണാമലയ്ക്ക് ഉണ്ടായിരുന്ന ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് RSSൻ്റെയും BJPയുടെയൊക്കെ കേഡറുകളാണ്. അവരിൽ ഒരുപക്ഷെ കുറച്ച് യുവ നേതാക്കളെയും കുറച്ച് ആളുകളെയൊക്കെ അണ്ണാമലയ്ക്ക് സ്വാധീനിക്കാൻ കഴിയുമെങ്കിലും അങ്ങനെ ഒരു വ്യക്തിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി കൊണ്ട് നടത്താൻ കഴിയുമോ എന്നുള്ള ചോദ്യമാണ് ഉന്നയിക്കുന്നത്. ഒരു ഭാഗത്ത് വിജയ് ഉള്ള സമയത്ത് വിജയുടെ ഒരു ആധിപത്യം 5-10 വർഷത്തേക്കെങ്കിലും നീണ്ടു നിൽക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പൊതുവെ കരുതുന്നത്. കാരണം വിജയ് ഇപ്പോൾ അധികാരത്തിൽ വന്നേ ഉള്ളൂ. വിജയ്ക്ക് ഭരണപരിചയമില്ലെങ്കിലും കുറേ ആളുകളൊക്കെ ഉണ്ട്, വിജയുടെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വന്ന ആളുകളൊക്കെ ഉണ്ട്. എന്തായാലും ഒരു ടേം കൂടി വിജയ്ക്ക് തുടരാൻ കഴിയുമായിരിക്കും. അങ്ങനെയാണ് ഒരു 10 വർഷത്തേക്ക് വിജയുടെ ഒരു ആധിപത്യമായിരിക്കും കാണുക. അണ്ണാമലയ്ക്ക് ഒരു പ്രതിപക്ഷ റോളിൽ ആ സമയത്ത് നിൽക്കേണ്ടി വരും. BJPയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ ഒരു പ്രത്യേക സമ്മർദ്ദം എന്ന് പറയുന്നത് BJP ദേശീയ തലത്തിലെ ഒരു പാർട്ടി ആയതുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ അവർക്ക് ലോക്സഭയിൽ പ്രതീക്ഷിച്ചത്ര സീറ്റ് കിട്ടിയിരുന്നില്ല. അപ്പം ലോക്സഭയിൽ സീറ്റ് കൊണ്ടുവരാൻ കഴിയുന്ന ഓരോ മേഖലയും BJPയെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവർക്കൊരു അടുത്ത 10 വർഷത്തെ ഒരു സംസ്ഥാനത്തെ BJP ഭരണം പിടിക്കുന്ന അതിനേക്കാൾ ഉപരിയായിട്ട് ഈ പ്രസൻറ്റ് കണ്ടീഷനിൽ എന്തായിരിക്കും എന്നുള്ളൊരു ചിന്ത കൂടി BJP നേതൃത്വത്തെ സ്വാഭാവികമായിട്ടും സ്വാധീനിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നേരത്തെ അതിശക്തമായിട്ട് BJPയെ ആശയപരമായിട്ട് എതിർത്തിരുന്ന പാർട്ടിയാണ് DMK സനാതന ധർമ്മത്തെ തന്നെ വിമർശിക്കുകയൊക്കെ ചെയ്തിരുന്നൊരു പാർട്ടിയാണ്. പക്ഷേ ഇപ്പോൾ DMK BJPയായിട്ട് സഹകരിക്കാൻ പറ്റുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് 39ഉം പോണ്ടിച്ചേരിയിൽ ഒരു സീറ്റും അടക്കം 40 സീറ്റാണ് ലോക്സഭയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ ബഹുഭൂരിഭാഗവും കൈവശമുള്ള DMKയുമായിട്ട് ഒരു രാഷ്ട്രീയ സഖ്യത്തിനും വേണമെങ്കിൽ BJP ചേർന്നുകൂടായില്ല. അതോടൊപ്പം തന്നെ ദേശീയ തലത്തിലെ ഇന്ത്യ മുന്നണിയെ പൊളിക്കുക എന്നുള്ളത് കൂടി BJPയുടെ ലക്ഷ്യമാണ്. അതുകൊണ്ട് DMK ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. പതുക്കെ DMK ആ ഇന്ത്യ മുന്നണിയിൽ നിന്ന് മാറ്റി BJP നേതൃത്വത്തിലേക്ക് അല്ലെങ്കിൽ BJPയുടെ ഘടകകക്ഷിയായിട്ട് കൊണ്ടുവരാൻ വരെ BJP നേതൃത്വം ശ്രമിച്ചേക്കാം. കാരണം ഇതിനു മുമ്പ് വാജ്പേയി മന്ത്രിസഭാ കാലത്ത് DMK മന്ത്രിസഭയിലുണ്ടായിരുന്നു. അവർ തമിഴ്നാട്ടിൽ BJP സഖ്യം ഉണ്ടായിരുന്നു. പിന്നീട് അവർ അണ്ണാ DMK ആയിട്ട് സഖ്യം ഉണ്ടാക്കി. BJPയെ സംബന്ധിച്ചിടത്തോളം അണ്ണാ DMK ആയിട്ടും DMK ആയിട്ടും മാറി സഖ്യം ഉണ്ടാക്കിയിരുന്നു. പക്ഷേ അണ്ണാമലയെ സംബന്ധിച്ചിടത്തോളം അണ്ണാമലയുടെ കാഴ്ചപ്പാട് 2 DMKയും അതായത് 2 ദ്രാവിഡ പാർട്ടികളും ADMK ആയാലും DMK ആയാലും ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു രാഷ്ട്രീയ സമീപനത്തിൽ മാത്രമേ വിജയിക്കാൻ കഴിയൂ. അതേപോലെ BJPയുടെ ചില കാര്യങ്ങൾ, വിദ്യാഭ്യാസ നയം, ഭാഷാ പ്രശ്നം, അതിലൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും അണ്ണാമലയ്ക്കുണ്ട്. അദ്ദേഹം തമിഴിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന, ഇംഗ്ലീഷിന് പ്രാധാന്യം കൊടുക്കുന്ന, ഹിന്ദിക്ക് വലിയ പ്രാധാന്യം കൊടുക്കാത്ത തമിഴ്നാട്ടിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ അതേ നിലപാട് തന്നെയാണ് അദ്ദേഹത്തിന് ഉള്ളത്. അതൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രമാണ്. പക്ഷേ ഏതായാലും
അണ്ണാമലയെ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി, അദ്ദേഹം രാഷ്ട്രീയ പാർട്ടിയാണെന്ന് പ്രഖ്യാപിച്ചില്ലെങ്കിലും ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിയായിട്ട് പോവുകയാണ്. അദ്ദേഹം ബി ജെ പി ആയിട്ട് ഒരു അന്റാഗോണിസ്റ്റിക് അല്ലെങ്കിൽ ബി ജെ പി എതിർക്കുന്ന ഒരു ലൈനിലേക്കല്ല അദ്ദേഹം പോകുന്നെങ്കിലും ബി ജെ പിയിൽ നിന്നും വളരെ വ്യത്യസ്തമായൊരു രാഷ്ട്രീയ പാർട്ടിയായിരിക്കും അദ്ദേഹം രൂപീകരിക്കാൻ പോകുന്നത്. ഒരുപക്ഷെ അദ്ദേഹം ധരിച്ചിരിക്കാം വിജയ് ജയിച്ചതുപോലെ മറ്റ് വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയില്ലാതെ ജയിക്കാൻ പറ്റും. ബി ജെ പി എന്ന് പറയുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിനൊരു തടസ്സമായിരിക്കാം. കാരണം എല്ലാ വിഭാഗങ്ങൾക്കും ചിലപ്പോൾ ബി ജെ പി സ്വീകാര്യമായിരിക്കണമെന്നില്ല. പക്ഷേ താൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അല്ലാത്ത ഒരു പുതിയൊരാൾ, ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന, തമിഴ്നാടിന് വേണ്ടി നിൽക്കുന്ന, നാടിൻ്റെ താല്പര്യത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയം എന്ന രീതിയിലാണ് അദ്ദേഹത്തിന് കാര്യങ്ങളെ കൊണ്ടുപോകുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിന് വിജയിച്ചേക്കാം. പക്ഷേ സാധാരണഗതിയിൽ തമിഴ്നാട്ടിലെ പോലത്തൊരു സ്ഥലത്ത് വലിയൊരു കാഡർ നെറ്റ്വർക്ക് ഇല്ലാതെ അല്ലെങ്കിൽ വലിയൊരു തുക, കോടിക്കണക്കിന് രൂപ കയ്യിലില്ലാതെ ഒരു ഇലക്ഷൻ നടത്തി പാർട്ടിയെ അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു പാർട്ടി നടത്തിക്കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് അണ്ണാമലയ്ക്ക് കഴിയുമോ എന്നുള്ളൊരു ചോദ്യചിഹ്നമുണ്ട്. മറുഭാഗത്ത് ബി ജെ പിയുടെ സഹായമില്ലാതെ തന്നെ ബി ജെ പി എന്ന് പറയുന്നത് ഒരു സഹായം എന്ന് പറയുന്നത് സാങ്കേതികവും അതുപോലെ തന്നെ ബി ജെ പിയുടെ പശ്ചാത്തല സൗകര്യങ്ങളും ബി ജെ പിയുടെ ധനശക്തിയും ബി ജെ പിയുടെ ആൾശക്തിയും ഒക്കെ അത് ഇല്ലാതെ തന്നെ അണ്ണാമലയ്ക്ക് ഉയർന്നു വരാൻ കഴിയുമോ എന്നുള്ളതാണ്. ബി ജെ പി ഇല്ലാത്തത് ഒരുപക്ഷെ അദ്ദേഹത്തിന് മറ്റു പല കാര്യങ്ങളും അദ്ദേഹത്തിന് ഒരുപക്ഷെ നേട്ടമായി കാണാം. എന്നാൽ പോലും അദ്ദേഹത്തിന് എത്രത്തോളം മുന്നോട്ട് വരാൻ കഴിയുമെന്നുള്ളൊരു ചോദ്യചിഹ്നം തന്നെയാണ്. ഏതായാലും കുറച്ചു കാലത്തെങ്കിലും അണ്ണാമലയെക്കുറിച്ചുള്ള ചർച്ചകൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വളരെ സജീവമായിട്ടുണ്ടാകും എന്ന് ഉറപ്പാണ്.